ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ തരത്തിലും നമ്മളെ ചവിട്ടി ഞെരിച്ചു വച്ചിരുന്ന ഒരു നേതാവിനെ തങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ജനം എടുത്ത് തൂത്ത് എറിഞ്ഞിരിക്കുക. പിണറായി വിജയൻ പോകണം എന്നുള്ള ഒരേ ഒരു വികാരത്തിന് മേൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഭരണവിരുദ്ധ വികാരം എന്ന് ഞാൻ പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉണ്ടായത് ഭരണവിരുദ്ധ വികാരമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉണ്ടായത് ഒരേ ഒരു വികാരം മാത്രമാണ്, പിണറായി വിരുദ്ധ വികാരം. ഒരു രാഷ്ട്രീയ നേതാവിനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ നടന്നിട്ടുള്ള ഒരേ ഒരു തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പായിരിക്കും. നമസ്കാരം. 3.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പോളിംഗാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളം രേഖപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ട് ചെയ്യാനായി ആളുകൾ എത്തിയിരുന്നതെങ്കിൽ ഇന്നലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാനുള്ളവരുടെ നീണ്ട നിരയാണ് കണ്ടത്. വളരെ കനത്ത ശതമാനത്തിലുള്ള പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഈ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് സ്വാഭാവികമായും ചിലതിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അതിൽ നിന്ന് നേരിട്ട് തന്നെ വരുന്നൊരു നിരീക്ഷണം എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം കൂടിയാൽ ആളുകൾക്ക് എന്തോ ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ടാണല്ലോ അവർ കൂടുതലായിട്ട് വന്ന് വോട്ട് ചെയ്യുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ആളുകൾക്ക് വോട്ടെടുപ്പിനുള്ള ഒരു വിരക്തി. അപ്പം സ്വാഭാവികമായും പോളിംഗ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെയോ സൂചനകളാണ് എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളൊക്കെ എനിക്ക് 10-25-30 വർഷത്തിനിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും അത് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നമ്മൾ പരിശോധിച്ചാൽ, കാരണം എനിക്ക് തോന്നുന്നൊരു 4-5 തെരഞ്ഞെടുപ്പ് മുമ്പ് മുതൽ തന്നെ ഈ പോളിംഗ് ശതമാനം വിശകലനം ചെയ്യുകയും ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പോളിംഗ് ശതമാനം കൂടിയാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നുള്ളൊരു തോന്നൽ, പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ഗുണകരം എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു നിരീക്ഷണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഉണ്ടായി. കാരണം പോളിംഗ് ശതമാനം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലയിലേക്ക് വരിക. ഇനി പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അനുകൂലമാകുമെന്ന് ചോദിച്ചാൽ, പോളിംഗ് ശതമാനം കുറയുമ്പോഴും CPM-ന്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടും. അതെ. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് CPM-ന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതാണ്, UDF-ന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാത്തതാണ് എന്നുള്ളൊരു ബോധ്യം. അപ്പോൾ കുറഞ്ഞാലും കൂടിയാലും ഇടതുപക്ഷത്തിന് ഗുണം എന്നുള്ള ഒരു സാധ്യത. എന്നാൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പൊക്കെ നമ്മൾ നോക്കിയാൽ പോളിംഗ് ശതമാനം കൂടിയാൽ അത് ഇടതുപക്ഷത്തിനെതിരാണ് എന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ CPM-ന്റെ അണികൾ വോട്ട് ചെയ്യാത്തതാണ് എന്നുള്ള ഒരു നിരീക്ഷണവും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2014-ലും 2024-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതു പോളിംഗ് ശതമാനത്തെ അപേക്ഷിച്ച് മലപ്പുറത്തെ പോളിംഗ് കുറവായി. അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മലപ്പുറത്ത് പോളിംഗ് കുറവായപ്പോഴത്തേക്ക് അത് CPM-ന് ഗുണകരമാണെന്നും, മലപ്പുറത്ത് പോളിംഗ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ UDF-കാർ വോട്ട് ചെയ്യാത്തതുകൊണ്ടും CPM-കാർ വോട്ട് ചെയ്തുകൊണ്ടുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ച ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിനിടയിൽ നടന്നിരുന്നു. പക്ഷെ ഞാനന്ന് ഇത് സംബന്ധിച്ച് നിരീക്ഷിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാനന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം 2014-ലും 2024-ലും ഞാൻ പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയിലെ പോളിംഗ് കുറവാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ CPM-കാർ വോട്ട് ചെയ്യാത്തതാണ്. അവിടുത്തെ UDF-കാരുടെ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ CPM-ന്റെ വോട്ട് പോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്ന് ഞാൻ വിലയിരുത്തിയിരുന്നു.
അപ്പോൾ അതിനെതിരായിട്ട് വിമർശനങ്ങളൊക്കെ വന്നെങ്കിലും റിസൾട്ട് വന്നപ്പോൾ 2014 2024 കാണാൻ കഴിഞ്ഞത് വമ്പൻ ഭൂരിപക്ഷത്തിന് UDF അവിടെ ആ രണ്ട് മഞ്ചേരി പൊന്നാനി ആ രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചു. 2024 മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഈ LDF അനുകൂലമാണെന്നുള്ള ചർച്ച വന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം ഒരു സീറ്റിൽ 3 ലക്ഷം വോട്ടിനും ഒരു സീറ്റിൽ 2.5 ലക്ഷം വോട്ടിനുമാണ് UDF ജയിച്ചത്. അപ്പോൾ പോളിംഗ് ശതമാനം സംബന്ധിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ട്രെൻഡിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പോളിംഗ് ശതമാനം എന്തായിരിക്കുമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ ഈ 80% കൂടുതൽ പോളിംഗിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയിരുന്നു. വടക്കൻ ജില്ലകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇടതുപക്ഷ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്നും ഞാൻ പറഞ്ഞിരുന്നു. അത് രണ്ടും ഏതാണ്ട് ഇപ്പോൾ ശരിയായി വന്നു എന്നാണ് നമുക്ക് കാണാൻ. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ്. 2, എന്തോ ചില ഉദ്ദേശങ്ങളോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. അത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമാണ്. ഒന്ന്, വോട്ട് ചെയ്യാനുള്ള ഒരു അമിതാവേശം. 2, എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യാൻ വരുന്നു. അല്ല, ഈ അമിതാവേശം എന്നതിലുപരി അമിതാവേശം ഒരു സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അമിതാവേശം പ്രസക്തമല്ല. പക്ഷേ എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടി എന്ന് പറയുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമല്ലേ പ്രതിഫലിക്കുന്നത്? ഞാൻ പറഞ്ഞ അമിതാവേശം എന്ന് പറയുന്നത് പ്രസക്തമല്ലെന്നല്ല. അമിതാവേശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വോട്ട് നമുക്ക് ചെയ്തേ മതിയാവും. എന്നുവെച്ചാൽ വോട്ട് എങ്ങനെ വന്നാലും ചെയ്യണം എന്നുള്ള ചിന്താഗതി. 2, എന്തോ കരുതി കൂട്ടിയാണ് വോട്ട് ചെയ്യാൻ വന്നത് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിംഗ് സാധാരണഗതിയിൽ ഉച്ചയാകുമ്പോൾ ഒന്നും 50-55% തീരാറില്ല. 35-40% എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ കുറഞ്ഞ് 5 മണി അടുപ്പിക്കുമ്പോഴാണ് പിന്നെ പോളിംഗ് ഒന്ന് മുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്താണ്? ബഹുഭൂരിപക്ഷം ആളുകൾ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് ഞാൻ പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉണ്ടായത് ഭരണവിരുദ്ധ വികാരമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉണ്ടായത് ഒരേ ഒരു വികാരം മാത്രമാണ്, പിണറായി വിരുദ്ധ വികാരം. അല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? കാരണം പിണറായി വിജയന്റെ തലയിൽ മാത്രം ഈ ഭാരങ്ങളെല്ലാം വെച്ചുകൊടുത്ത് നമുക്ക് കൈയൊഴിയാൻ കഴിയുന്നതാണോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ? ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഉൾപ്പെടെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറഞ്ഞതുപോലെ ഈ ഭരണത്തിൻ്റെ തെറ്റുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം അറിഞ്ഞോ അറിയാതെയോ പിണറായി വിജയൻ്റെ തലയിലാണ് എന്നുള്ളത് അതൊരു വസ്തുതയാണ്. കാരണം ഈ സർക്കാരിൻ്റെ ആദ്യാവസാനം അതിൻ്റെ ചുമതലക്കാരനും ഉത്തരവാദിത്വമുള്ള ആളും പിണറായി വിജയൻ മാത്രമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സർക്കാരിനെ ആദ്യാവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി സർക്കാർ എന്നാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന ഈ പരസ്യ ഹോർഡിങ്സുകളിലെല്ലാം സർക്കാർ സമം പിണറായി വിജയൻ സമം സർക്കാർ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് ഞാൻ വലിയ തോതിൽ കേന്ദ്രീകരിക്കാതെ. എന്നുവെച്ചാൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ ന്യായങ്ങളില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇപ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് പറയാം. പക്ഷേ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ളൊരു വികാരം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരം. ആ പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്നത് അത് ഭരണവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതല്ല. അത് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നത്, അത് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ളത്, അത് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ളത്, സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരാളിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും ആലോചിക്കുകയായിരുന്നു. അതായത് ഈ നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പ് ജയിച്ച അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനം 2006 തെരഞ്ഞെടുപ്പാണ്. 2006 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു 2006 തെരഞ്ഞെടുപ്പ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 2001 മുതൽ 2006 വരെ VS ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി അന്ന് അധികാരത്തിലിരുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരെ പോരാടി. പക്ഷേ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു.
അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റ വികാരമുള്ള VS ജനങ്ങൾക്ക് അന്നുണ്ടായിരുന്ന വികാരം എന്ന് പറഞ്ഞാൽ LDF സർക്കാരിനെ കൊണ്ടുവരിക എന്നുള്ളതല്ല. VS കൊണ്ടുവരണം. LDF സർക്കാരിനെ കൊണ്ടുവരണമെന്ന് വലിയ വികാരമൊന്നും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ജനങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് ശരിക്കും 2006 മാത്രമല്ല 2016 ഉണ്ടായിരുന്നു. 2016 എല്ലാ മണ്ഡലങ്ങളിലും VS കൊണ്ടുപോയി. 2016 LDF സർക്കാർ വരണം എന്നല്ല, VS വരണം എന്നായിരുന്നു ആഗ്രഹം. മനസ്സിലായി? ഇപ്പോൾ 2016 ഇപ്പോൾ VS വരുമെന്നായിരുന്നെങ്കിൽ പോലും UDF കാര്യത്തിലും ഉമ്മൻചാണ്ടി സർക്കാർ വരണം എന്നുള്ളതായിരുന്നു അന്നത്തെ ആഗ്രഹം. ഉമ്മൻചാണ്ടി, മനസ്സിലായി? അപ്പം പല രാഷ്ട്രീയ നേതാക്കന്മാരെയും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ നടന്നിട്ടുള്ള ഒരേ ഒരു തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പായിരിക്കും. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? നമ്മൾ മറ്റു വിദേശ പല രാജ്യങ്ങളിലും ഏകാധിപതികളെ പുറത്താക്കാനായി ജനങ്ങൾ ഒന്നിച്ച സംഭവങ്ങൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നലെ കേരളത്തിലുണ്ടായത്. അല്ല, അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ നേതാവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം ജനങ്ങളുടെ ആകെ ലക്ഷ്യമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായി. കാരണം എന്താ, ഈ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് CPM-ന്റെ അണികൾക്കാണ്. നമ്മളിപ്പോൾ 2016 2021 തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കൂ. 2016 2021 തെരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു CPM-ന്റെ അണികൾ മുഴുവൻ. CPM-ന്റെ വോട്ട് ബാങ്ക് ഇൻടാക്റ്റ് ആയിരുന്നു. മനസ്സിലായി? ശരിക്കും 2016 2021 അല്ലെങ്കിൽ 2016 VS അച്യുതാനന്ദനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ 2021 പിണറായി വിജയനെ കൊണ്ടുവരണമെന്നല്ല, LDF സർക്കാരിനെ കൊണ്ടുവരണമെന്നായിരുന്നു അന്നത്തെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം. പിണറായി വിജയനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇത്തവണത്തെ പോലെ ഒരു പിണറായി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പായിരുന്നില്ല 2021 നടന്നത്. കാരണം അന്ന് അയാൾ ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും കോവിഡിനെ എതിർത്തു, അല്ലെങ്കിൽ പ്രളയത്തെ എതിർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പെങ്കിലും പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ടായിരുന്നു 2016. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാരണം പോലും എടുത്തു പറയാൻ, ആദ്യാവസാനം പിണറായി വിജയന് എതിരായിട്ടുള്ള വികാരമാണ് ഈ തിരമാല അടിക്കുന്ന പോലെ, കൊടുങ്കാറ്റടിക്കുന്ന പോലെ, സുനാമി അടിക്കുന്നത് പോലെ എല്ലാ വിഭാഗം ജനങ്ങളിലും. അതിപ്പം ഞാൻ പറഞ്ഞ UDF-കാരിലാവട്ടെ, BJP-കാരിലാവട്ടെ, CPM-കാരിലാവട്ടെ, പുരുഷന്മാരിലാവട്ടെ, വനിതകളിലാവട്ടെ, ചെറുപ്പക്കാരികളിലാവട്ടെ, ചെറുപ്പക്കാരികളിലാവട്ടെ. അപ്പോൾ കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടി ലൈൻസ് പിണറായി വിജയൻ പോകണം എന്നുള്ള ഒരേ ഒരു വികാരത്തിന് മേൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഒന്ന്. രണ്ട്, ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ തരത്തിലും നമ്മളെ ചവിട്ടി ഞെരിച്ചു വച്ചിരുന്ന ഒരു നേതാവിനെ തങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ജനം എടുത്ത് തൂത്ത് എറിഞ്ഞിരിക്കുക. അതിൻ്റെ ചില കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ SIR-ൻ്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടായത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം. ആ വാദം ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷേ വോട്ടിൻ്റെ കണക്ക് നമ്മൾ നോക്കൂ. 2021 ഉണ്ടായിരുന്ന വോട്ടർമാരിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഇരട്ട വോട്ടും ഈ കള്ള വോട്ടുകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ടായിരുന്നത്. അന്ന് ചെയ്ത് 2,07,000 മറ്റുമാണ്. ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എത്രയോ ലക്ഷം ആളുകളെ കളഞ്ഞിട്ടും ഇന്ന് വോട്ട് ചെയ്തവർ ഏതാണ്ട് 2,25,000 വരുന്നു. അപ്പം വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞിട്ടും വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പം ഇതെല്ലാം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ തന്നെ ഇത് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പിണറായി പോകണം എന്നുള്ള ഒരേ ഒരു വിഷയത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുകയും അവർ ഏറ്റവും പോളറൈസ്ഡ് ആയിട്ട്, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം VS അച്യുതാനന്ദൻ്റെ PA ഒരു ചെറുപ്പക്കാരൻ അവിടെ മലമ്പുഴ മത്സരിച്ചു, സുരേഷ്. എന്താണ് VS അച്യുതാനന്ദൻ, എന്താണ് ഇയാൾക്ക് VS അച്യുതാനന്ദനിൽ നിന്ന് എന്താണ് അവകാശപ്പെടാനുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
ഇപ്പോൾ എന്നെക്കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ, എന്നെക്കുറിച്ച് ജോസഫ് സി മാത്യുവിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ അതേ ആശയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വി എസ് അച്യുതാനന്ദൻ എൻ്റെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പാർട്ടി പുറത്താക്കിയതിനു ശേഷം ഞങ്ങൾ 10 വർഷമായിട്ട് ഞാൻ പോരാടില്ല. അതായത് ഈ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും വി എസിന്റെ നിഴൽ പോലെ നടന്ന ഒരാളാണ്. അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അതിലേക്ക് വരുന്ന എൻ്റെ പോയിന്റ്, വി എസിന്റെ നിഴൽ പോലെ നടന്ന ഒരാൾ എന്നുള്ള ഉപയോഗം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ. അതെന്തുകൊണ്ടാണ്? കാരണം വി എസിനെ കാണുമ്പോഴെല്ലാം അതായത് ഈ നിഴൽ പോലെ നടക്കുന്നു എന്നുള്ളത് ഒരു കോൺഗ്രസ് ഒരു CPM നേതാവിനൊപ്പം ഉള്ളതല്ല, അത് കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പവും അത് വേണേൽ പറയാം. ഇപ്പൊ കരുണാകരനോടൊപ്പം നിഴൽ പോലെ നടന്ന ആൾ, ഉമ്മൻചാണ്ടിയോടൊപ്പം നിഴൽ പോലെ നടന്ന ആളാണ് ജോപ്പൻ. മനസ്സിലായി? അപ്പൊ ഈ നിഴൽ പോലെ നടക്കുന്നു എന്നുള്ളതല്ല ഒരു നേതാവിൻ്റെ ആശയങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ എ സുരേഷ് എന്ന് പറഞ്ഞാൽ എ സുരേഷ് ആദ്യം ശിവദാസ മേനോന്റെ PA ആയിരുന്നു, ആദ്യം NN കൃഷ്ണദാസിന്റെ PA ആയിരുന്നു, പിന്നെ ശിവദാസ മേനോന്റെ PA ആയി, പിന്നെ വി എസ് അച്യുതാനന്ദന്റെ PA ആയി. അപ്പം അയാൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദന്റെ PA ആയിരുന്നു എന്നുള്ളത് മാത്രമാണ്. വി എസ് അച്യുതാനന്ദന്റെ ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയെന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിന്ന് അയാളെ പുറത്താക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയാൾ പിണറായി വിജയനെതിരായിട്ടൊരു പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഉപജീവനത്തിനായി വിദേശത്തേക്ക് പോയിരുന്നല്ലോ. ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ? ഞാനിപ്പം അത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിദേശത്ത് പോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ഒറ്റ കാര്യമുള്ളതെന്നറിയോ, ഇയാൾ തെരഞ്ഞെടുപ്പിന് അവിടെ മത്സരിച്ചിട്ട് വി എസിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി പോരാടുന്ന എന്നെ ഒരു തവണ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ഇയാൾ തയ്യാറായിട്ടില്ല. ഒരു തവണ. കാരണം അയാൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോകില്ലെന്നൊക്കെ വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. ചെയ്തിട്ടില്ല. എനിക്കൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ വി എസ് അച്യുതാനന്ദനോട് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോൾ ഇയാൾ വി എസിൻ്റെ പാലക്കാടത്തെ പിന്നെ മലമ്പുഴയിലെ PA ആയിരുന്നു. ഞാൻ ഒരു തവണ പോലും ഇയാളെ ബന്ധപ്പെട്ടിട്ടില്ല. ഏത് 2000 ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാൾ പോലും മലമ്പുഴയിൽ നിന്ന് ജയിച്ച് MLA ആയാൽ പോലും അത്ഭുതമില്ല എന്ന് പറയാനാണ് ഞാനത് വിശദീകരിച്ചത്. അങ്ങനെയുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഒരു വോട്ടർമാരിൽ വലിയൊരു വിഭാഗം സുരേഷിനെ കാണുന്നത് വി എസിന്റെ ഒരു പ്രതിച്ഛായ എന്നുള്ള നിലയിലാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതങ്ങനെ വാദിച്ചോളൂ, അതിനകത്ത് തർക്കിക്കാൻ ഞാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾ ജയിച്ചു വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ നിങ്ങൾ പറയുന്ന പോലെ വി എസിന്റെ ഒരു പിൻഗാമിയായിട്ട് അയാളെ കണ്ടു എന്നതിലുപരി ചിഹ്നത്തിൽ കുത്തുന്നതുകൊണ്ടാണ് അയാൾ ജയിച്ചു വരാൻ പോകുന്നതാണ് ഞാൻ വാദിക്കുന്നത്. പിൻഗാമിയായി കരുതുന്നു. വി എസിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അയാൾ ജയിച്ചു വരുന്നതെന്ന് നിങ്ങൾ വാദിച്ചോളൂ. ഞാൻ പറയുന്നത് അയാൾ അവിടെ ജയിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും അയാൾ ജയിച്ചു വരുന്നത് ചിഹ്നത്തിൽ ആളുകൾ കുത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. തിരുത്തലുണ്ട്. അതായത് ആശയങ്ങൾ പിന്തുടരുന്ന വി എസിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളാണ് സുരേഷ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരുടെ മനസ്സിൽ വി എസിന്റെ മുഖമാണുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയാണ് എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം. ഈ മലമ്പുഴയിൽ ഈ എ സുരേഷ് എന്ന കഥാപാത്രം ജയിച്ചാൽ അത് വി എസിന്റെ മുഖം കണ്ട് വോട്ട് ചെയ്തുകൊണ്ടല്ല എന്നും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കുത്തിയത് കൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ വാദം. ആ വാദത്തെ ഇപ്പൊ കണ്ണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ അതിനകത്തേക്ക് അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണ്. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗം മാത്രം, വി എസിന്റെ ഒരു മുഖം ഒരു ഭാഗം മാത്രം. അതിൽ കൂടുതലായിട്ട് വരുന്നത് ഈ പറയുന്നത് പോലെ ചിഹ്നം ഒരു വിഷയം തന്നെയാണ്. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ ചെകുത്താൻ കുരിശ് കണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന പാർട്ടിക്കാർ പോലും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് കൂടുതൽ പോകണ്ട. എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ. അവിടെ വി എസിന്റെ ആശയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ആളായിട്ടൊന്നും ആളുകൾ എ സുരേഷിനെ കാണുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം എ സുരേഷ് പിന്നെ പിണറായി സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞായിട്ട് എനിക്കറിയില്ലെന്ന് മാത്രമല്ല, എന്നെ എന്തുകൊണ്ടും നിങ്ങൾ പുറത്താക്കി, എന്നെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത്, എന്നെ പുറത്താക്കിയതിനെതിരെ 5 കത്ത് കൊടുത്തിട്ടും എന്നെ തിരിച്ചെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് CPMലേക്ക് തിരിച്ചെടുക്കാതിരിക്കുന്നതിൽ കരയുന്ന ഒരു എ സുരേഷിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാനീ പറയുന്ന വാദങ്ങൾ ഖണ്ഡിക്കപ്പെടാവുന്നതാണെങ്കിൽ കൂടി അവിടെ അയാളും ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അയാൾ ജയിച്ചു വരുന്നതും പ്രിഡോമിനൻ്റ്ലി ഈ ചിഹ്നത്തെ കുത്തുന്നത് ആണെന്നുള്ള എൻ്റെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ചിഹ്നത്തെ കുത്തി ജയിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചിഹ്നത്തെ ഇപ്പം കോണി ആയാലും പിന്നെ കൈപ്പത്തി ആയാലും പിന്നെ മമ്മട്ടിയും തൂമ്പയമായാലും
തെങ്ങും തോപ്പായാലും ചിഹ്നമാണ് ആളുകൾ നോക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇന്നലെ പോയിട്ട് ചരിത്രപ്രസാദ് ജയിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ള ആളാണെങ്കിലും ഞാൻ ചിഹ്നത്തിലേ നോക്കിയുള്ളൂ. ഞാൻ ചരിത്രപ്രസാദിനെ ഞാൻ നോക്കിയില്ല, ഞാൻ ചിഹ്നത്തിലേ കുത്തിയുള്ളൂ. മനസ്സിലായി? അപ്പം ചിഹ്നത്തേൽ കുത്തുകയാണ് ആളുകൾ. അവർക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അഭിപ്രായവ്യത്യാസം ഉണ്ടാവാം. പേ സുരേഷുമായിട്ട് അഭിപ്രായവ്യത്യാസമുള്ളവർക്കും ആ അഭിപ്രായവ്യത്യാസം അവരങ്ങ് മാറ്റി വയ്ക്കുക. ഇപ്പം ഞാൻ മലമ്പുഴ മണ്ഡലത്തിലാണ്, എനിക്ക് എ സുരേഷുമായിട്ട് നല്ല അഭിപ്രായവ്യത്യാസമുണ്ട്. പക്ഷേ മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും ഞാൻ കൈപ്പത്തിക്കിട്ട് കുത്തും. അത് എ സുരേഷിനുള്ള വോട്ടല്ല, അത് കൈപ്പത്തിക്കുള്ള വോട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ആളുകളുടെ ഒരു വികാരം. അപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നേതാവിനെ തിരസ്കരിക്കാൻ വേണ്ടി ജനങ്ങൾ നടത്തിയ ഒരു പോരാട്ടം. ആ പോരാട്ടം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. 10 വർഷം ആളുകൾ സഹിച്ചു, അവർക്ക് സഹിക്കില്ല അവരുടെ വഴിയിൽ. പക്ഷേ സഹിച്ചു കഴിഞ്ഞ് അവർ ആദ്യ അവസരം കിട്ടിയപ്പോൾ മനോരമ ഹെഡ്ലൈൻ തന്നെ ആഞ്ഞു കുത്തിയെന്നാണ്. അപ്പം അത് ജനാധിപത്യത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയുടെയും ഒരു വലിയ വലിപ്പമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 100, 105, 110 സീറ്റിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓരോ ജില്ലകൾ തിരിച്ചാലോചിക്കുമ്പോൾ സീറ്റുകളൊന്നും കിട്ടാനുള്ളതായിട്ട് കാണുന്നില്ല. ഇപ്പം നമ്മൾ കോഴിക്കോടേക്ക് വരിക. കോഴിക്കോട് ഏറ്റവും ഉറച്ച സീറ്റ് എന്ന് പറയുന്നത് പേരാമ്പ്രയും ബേപ്പൂരുമാണ്. അവിടെ രണ്ടിടത്തും പച്ച ഓടില്ല. പിന്നെ കോഴിക്കോട് നിന്ന് ഇവിടെ സീറ്റ് കിട്ടും. മലപ്പുറത്തേക്ക് നമ്മൾ വന്നു, ഏത് സീറ്റിലാണ് മലപ്പുറത്തേക്ക് സാധ്യതയില്ല. അപ്പം ഒരു ജില്ലയിൽ നിന്ന് ഒരു 3 സീറ്റൊക്കെ കിട്ടിയാൽ ഒരു 10-40 സീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതുപോലും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് അർത്ഥശങ്കയ്ക്കിടയിൽ, അത് ഇംഗ്ലീഷ് പറഞ്ഞ അൺഇക്വോക്കൽ ടേംസിൽ UDF അനുകൂലമായിട്ടുള്ള ഒരു നിരീക്ഷണം, ഒരു ലക്ഷണമാണ്. ഇനി വടക്കൻ കേരളത്തിൽ എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് വ്യാപകമായി CPM അണികൾ വോട്ട് ചെയ്യാതിരിക്കുക. അവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്. വോട്ട് ചെയ്യാതിരിക്കുകയല്ല ചെയ്തിട്ടുള്ളൂ, വ്യാപകമായി CPM അണികൾ വോട്ട് ചെയ്തു. അത് അവിടെ ചിഹ്നം നോക്കി ചെയ്തു. മനസ്സിലായി? അപ്പം പയ്യന്നൂരിലൊക്കെ തന്നെ വലിയ തോതിൽ ചിഹ്നം നോക്കി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ആദ്യ സൂചന പോളിംഗ് ശതമാനത്തിൽ തന്നെ വന്നു കഴിയും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കേരളത്തിലെ ഓരോ വോട്ടർമാർക്കുമുള്ള ഒരു പ്രതീക്ഷയാണ്, സന്തോഷമാണ്. കാരണം നമ്മുടെ ചൂണ്ടുവിരലിൽ ഇവരെയൊക്കെ നിർത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിവസമായിരുന്നു. അത് ഇനിയും തുടരണം. നമ്മളെ ഭയപ്പെടുന്ന ഒരു ദിവസം വരണം. ഭരിക്കുന്നവർ ഇടതായാലും വലതായാലും BJP ആയാലും ആരായാലും സാധാരണക്കാരായ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന, ഇവർക്ക് നികുതിയും പിഴയും ഒടുക്കി ഇവരെ നിലനിർത്തുന്ന, നമ്മളെ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. നമ്മളത് ഉണ്ടാക്കണം. ഇന്നലെ കേരളത്തിലെ വോട്ടർമാർ പിണറായി വിജയൻ്റെ ചെകിട്ടത്ത് ഇട്ട് കുത്തിയ കുത്താണ് ഓരോ വോട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.